മഹിഷീമുഖിയുടെ ശരീരം ജഡമായി കിടന്നാലും ഒരു മല പോലെ അത് വളരും. ഇങ്ങനെ പോയാൽ സൂര്യനെയും ചന്ദ്രനെയും അത് മറയ്ക്കുമെന്ന് തോന്നിയതുകൊണ്ട് അയ്യപ്പൻ മഹിഷീമുഖിയുടെ ജഡത്തെ പാതാളത്തിലേക്ക് താഴ്ത്തി കല്ലുകൾ കൊണ്ട് മൂടി. അയ്യപ്പന്റെ ആജ്ഞപ്രകാരം ഭൂതഗണങ്ങളും ദേവന്മാരും കൽക്കൂമ്പാരത്തിനുള്ളിൽ മഹിഷീമുഖിയുടെ ജഡത്തെ മൂടി. ഇങ്ങനെ മഹിഷീമുഖിയെ കല്ലുകൾ കൊണ്ട് അടക്കം ചെയ്യപ്പെട്ട സ്ഥലത്തിന് കല്ലിടാം കുന്ന് എന്ന് പേരായി. ഇന്ദ്രദേവ, മഹിഷി സംഹാരം കഴിഞ്ഞ എനിക്ക് ഇനിയൊരു കടമ കൂടി ചെയ്യാനുണ്ട്. എന്റെ അമ്മ അവിടെ ഉഗ്രവ്യാധിയുടെ വേദന സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യാധി മാറ്റാനുള്ള പുലിപ്പാലിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. ഇത് എനിക്ക് അളവറ്റ സ്നേഹത്തിന്റെ പാലാഴി നൽകുന്ന എന്റെ ഇരു കൺകളെയും പോലെയുള്ള പിതാവിനും മാതാവിനും ഞാൻ നിറവേറ്റേണ്ടുന്ന കടമയാണ്. അതുകൊണ്ട് പുലിപ്പാലിനു വേണ്ടി അങ്ങ് തന്നെ യഥാവിധം സഹായിച്ചാലും. തീർച്ചയായും ഭഗവാൻ പരമേശ്വരന്റെ ആജ്ഞപ്രകാരം നാം പെൺപുലിയായി മാറി പാൽ ചുരത്താം. എന്നിട്ട് അങ്ങേ കുംഭം കൊണ്ടുപോയി രാജ്ഞിക്ക് കൊടുത്ത്, ഇതാ പുലിപ്പാൽ, ഇതുകൊണ്ട് മരുന്നുണ്ടാക്കി സേവിച്ചാൽ അവിടുത്തെ വേദന മാറുമെന്ന് പറയുക. രാജ്ഞി അത് വിശ്വസിക്കണം. അതിനാൽ നാം അങ്ങയോടത്ത് വരാം. അങ്ങ് നമ്മുടെ പുറത്ത് കയറിയിരിക്കണം. നമ്മൾ ദർബാറിൽ പ്രവേശിച്ചാൽ അങ്ങ് കൊണ്ടു ചെല്ലുന്നത് പുലിപ്പാൽ തന്നെയാണെന്ന് ഉറപ്പാകും.